ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്. അപ്പോൾ ഇന്ന് സ്കൂൾ ഓപ്പൺ ആവില്ലേ, ഒത്തിരി തിരക്ക് പിടിച്ച ഒരു ദിവസമാണ് കേട്ടോ അന്ന്. അപ്പോൾ ഇന്ന് പെട്ടെന്ന് തന്നെ അടുക്കള പണികളൊക്കെ ഒരുക്കിക്കൊണ്ട് നമ്മൾ ഷിബിലി മോനെ 9ാം ക്ലാസ്സിലോട്ടാണ് കേട്ടോ ഇനി. അപ്പോൾ അവനെ ട്യൂഷന് ചേർക്കണം, അതുപോലെ തന്നെ സ്കൂളിൽ പ്രവേശനോത്സവമുണ്ട്. അങ്ങനത്തെ അൽഹംദുലില്ലാ ഞാൻ നേരത്തെ തന്നെ അടുക്കളയിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് ഏകദേശം പണികളൊക്കെ അടുക്കള പണി ചെയ്ത് വെച്ചോണ്ടാണ് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് സ്കൂൾ തുറക്കുന്നത് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷമായിരിക്കും അല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞുകൊണ്ടും പിന്നെ ആദ്യമായിട്ട് സ്കൂളിലേക്ക് വരില്ലേ. അപ്പോൾ പിന്നെ ഫ്രണ്ട്സുകളൊക്കെ കാണുമ്പോൾ അവർക്കൊക്കെ നല്ല സന്തോഷമൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഫിനിമോളും തന്നെ കുറേ ദിവസമായിരുന്നു കേട്ടോ ചോദിക്കണം, ഇങ്ങനെ ചോദിക്കും എന്നാ വെച്ച് സ്കൂൾ തുറക്കുക, എത്ര ദിവസം ഉണ്ട് ഇനി, ഇങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ. എങ്ങനെ ആയാലും ആ ദിവസം വന്നെത്തി. നമുക്ക് ഇന്നലെ വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മുടെ ഫാമിലിയിൽ അരീക്കോട് ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പോയതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പിന്നീട് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചു. ഇത് പ്രവേശനോത്സവത്തിൻ്റെ ഒക്കെ വീഡിയോ അല്ലേ, അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ ഇടേണ്ട, അതുകൊണ്ടാണ് കേട്ടോ ഇത് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ അടിച്ചു വാലൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെടിത്തടത്തിൻ്റെ ഉണ്ടല്ലോ, ആദ്യമേ മഴ പെയ്തിട്ട് വെള്ളം വന്നിരുന്നു, അതൊക്കെ തുടക്കാണ്. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുപ്പിലൊന്നും ഒഴിവില്ല കേട്ടോ, അടുപ്പ് കത്തിച്ചിട്ടില്ല. പിന്നെ പെട്ടെന്ന് ഇരിക്കുമ്പോഴും ഗ്യാസ്മേലൊക്കെ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഫിനിമോളിനും ഷിബിനിമോനും സ്കൂൾക്ക് പോകാൻ ടൈമാകുമ്പോൾ വിളിക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോഴേക്കും ഇതേ ചോറ് തിളച്ച് മറിയുന്നുണ്ട്. പിന്നെ അത് കടലക്കറി ഉണ്ടാക്കി, ദോശ ഉണ്ടാക്കി, പിന്നെ അത് ഉച്ചയ്ക്കുള്ള ബീഫാണ് കേട്ടോ. പിന്നെ കുമ്പളങ്ങ കറി വെച്ചു, അതുപോലെ തന്നെ കേബേജ് ഉപ്പേരിയും വെച്ചു കേട്ടോ. പിന്നെ അത് പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ 9:30 സ്കൂളിൽ എത്തണം കേട്ടോ. അപ്പോഴേക്കും ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. പിന്നെന്താണെന്ന് വെച്ചാൽ അവിടെ പോയി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കാല് വെരിക്കോസുള്ള കാരണം കടഞ്ഞിട്ട് നിൽക്കൂല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പോകുമ്പോഴത്തേന് തന്നെ അതൊക്കെ ചെയ്ത് വെച്ചിട്ടോ വന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെയായാലും കുറച്ച് ടൈം കിടക്കേണ്ടി വരും, റെസ്റ്റ് എടുക്കേണ്ടി വരും, എന്നാലേ പിന്നെ വെരിക്കോസ് മാറുള്ളൂ കേട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ വെയ്ക്കൂല. അത് കാരണം ഞാൻ പോകുമ്പോൾ തന്നെ എല്ലാ പണികളും ചെയ്ത് വെച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ആ സ്പോട്ടിൽ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനത്തെ പിന്നെ ഞാൻ അടിച്ച ഒരു കാര്യപ്പോഴേക്കും നമ്മൾ ഫിലിമോൾ എണീറ്റ് വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂൾ തുറക്കല്ലേ എന്ന് ചോദിച്ചിട്ടോ വന്നത്. അങ്ങനെ നേരെ ബാത്റൂമിൽ പോയി ഫ്രഷ് ആവാൻ വേണ്ടി പോവാണ് കേട്ടോ. അവൾക്കൊന്ന് എന്തെന്നല്ലാത്ത സന്തോഷം കേട്ടോ സ്കൂൾ തുറക്കണമെന്ന് പറഞ്ഞപ്പോൾ. അങ്ങനത്തെ അവൾ ഏതായാലും ഫ്രഷായി വരട്ടെ എന്ന് വെച്ചു. അപ്പോഴേക്കും ഞാനിത് അലക്കാനുള്ളത് വാഷിംഗ് മെഷീനിൽ അലക്കിയിട്ട് കല്ലും അലക്കാനുള്ളത് വേറെ ഉണ്ടായിരുന്നു. അതിന് ശേഷത്തെ തുടക്കമാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ പണികൾ കിട്ടുകൊണ്ട് വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എവിടെ പോവുകയാണെങ്കിലും വീട്ടിലെ പണികൾ കഴിച്ചിട്ടേ പോവുള്ളൂ. കാലം ഒരു വിധമാവും, എന്നാലും വേണ്ടില്ല, ഞാൻ വീട്ടിലെ പണികൾ കിട്ടുകൊണ്ട് ഞാൻ എവിടേക്കും പോകാറില്ല കേട്ടോ. അങ്ങനത്തെ അടിച്ചു വാരലും തുടക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. അതെ അപ്പോഴേക്കത് നമ്മളെ ഫിനിമോളാണെന്നുണ്ടെങ്കിൽ കുളിച്ച് ഫ്രഷ് ആയിട്ടോ. പിന്നെ ഞാനും കുളിക്കാൻ കയറിയിട്ടോ. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇവള് ഒരു സുഖം തരുന്നിട്ടോ. ഡോർമ അങ്ങനെ മുട്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞാനിത് കുളി കഴിഞ്ഞു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു കേട്ടോ. അപ്പോൾ അവളെ മുടി നോക്കിയപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ അതൊന്ന് വീണ്ടും ഒന്നും കൂടി തോർത്തി കൊടുത്ത് മുടിയൊന്ന് കെട്ടിക്കൊടുക്കണ്ട. അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ അവളുടെ ചായ കൂടി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് സ്കൂൾക്ക് 2 പേര് ഫസ്റ്റത്തെ ദിവസമല്ലേ കളർ ഡ്രസ്സാണ് ഇട്ടത്. പിന്നെ ഷിബിലിമോന് പറഞ്ഞു ഇന്ന് ഏതായാലും കിട്ടിയ ചാൻസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവനും ഇട്ടു കേട്ടോ. അങ്ങനെ അവന് എണീറ്റ് കുളി നിസ്കാരവും പിന്നെ ഫ്രഷിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവനും ഡ്രസ്സ് മാറ്റിയിട്ടോ. പിന്നെ ഞാനും ഷിബിലിമോനും കൂടി ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചായ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, വെള്ളം തന്നെയാണ്. ചായ പിന്നെ നിർബന്ധം ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 3 പേരും കൂടി പോവാണ് കേട്ടോ. അപ്പോൾ ഹൈവേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഇവിടുന്ന്. അപ്പോൾ പിന്നെ നടന്ന് പോവുകയാണ്. അപ്പോൾ ഇന്ന് പിന്നെ അവരെ വണ്ടിയിൽ പറഞ്ഞു വിട്ടില്ല കേട്ടോ. ഇന്ന് ഒന്നിച്ച് ലൈൻ ബസ്സിൽ പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് ഫിനിമോൾ ബാഗൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇന്ന് പിന്നെ പഠിപ്പൊന്നും ഉണ്ടാവില്ല, ഒരാഴ്ച കഴിയേണ്ട പഠിപ്പൊക്കെ തുടങ്ങാൻ. അപ്പോൾ പിന്നെ ഇന്ന് കിറ്റിൽ വെള്ളം കുപ്പി മാത്രമേ ഉള്ളൂ. ഷിബിലിമോലാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബാഗും എടുത്തു. അങ്ങനെ ഞങ്ങൾ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ബസ് ഇറങ്ങി കേട്ടോ. പിന്നെ ട്യൂഷന് ചേർക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇത് സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ട്യൂഷൻ സെൻ്ററും. അപ്പോൾ ഇന്ന് സ്കൂൾ ഓപ്പൺ ആവുന്ന ദിവസമായതുകൊണ്ട് ഇന്നിവിടെ ട്യൂഷന് ഇല്ല കേട്ടോ. അപ്പോൾ നാളെ മുതൽ സ്റ്റാർട്ടിങ് ചെയ്യുമെന്ന് പറഞ്ഞു ട്യൂഷന്. അങ്ങനത്തെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കണ്ടുവന്നു കേട്ടോ. ഇവിടെ ട്യൂഷന് 8, 9, 10 ക്ലാസ് മാത്രമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എല്ലായിടത്തുനിന്ന് കണ്ടതിന് ശേഷം ഞങ്ങളിത് സ്കൂളിലോട്ട് ഇറങ്ങിയിട്ട് സ്കൂളും ട്യൂഷൻ സെൻ്ററും ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ ഷിബിലിമോൻക്ക്. പക്ഷേ ഇനി അവർക്ക് ടൈം ഉണ്ടാവില്ല, അങ്ങനെ ടെൻഷൻ ഉണ്ട് കേട്ടോ. ഈ മാസം പെട്ടെന്ന് വരെ ട്യൂഷനിൽ പോവുക, ട്യൂഷന് നേരെ സ്കൂളിലോട്ട് പോവുക, അങ്ങനെ ആയിരിക്കും കേട്ടോ അവൻ്റെ സ്കൂൾ ലൈഫ്. അങ്ങനെ ബസ് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഫിനിമോൾ അവളെ 3ാം ക്ലാസ് പഠിപ്പിച്ചിരുന്ന സാറെ കണ്ടു കേട്ടോ. അപ്പോൾ സാറെ കണ്ട ആ സ്പോട്ടിൽ തന്നെ സാറെ കയ്യും പിടിച്ച് നടക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കത്തെ മറ്റു കുട്ടികളും വന്ന് സാറെ കെട്ടിപ്പിടിക്കലും ഒക്കെ ചെയ്തിട്ടോ. ഒരുപാട് ദിവസത്തിന് ശേഷം വരികയല്ലേ, കാണില്ലേ, ആ സന്തോഷം മക്കളുടെ മുഖത്തുണ്ട്, അതുപോലെ തന്നെ സാറ് മുഖത്തുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്.
പിന്നെ ഇത് ഞാനും അവളും കൂടി പ്രവേശനോത്സവം കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഷിബിലി മോന് പിന്നെ അവൻ്റെ ഫ്രണ്ട്സുകളുടെ കൂടെ അവൻ്റെ ക്ലാസ്സിലോട്ട് പോയി. സ്കൂളൊക്കെ നല്ല അലങ്കരിച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ നമ്മൾ ഫിനിമോൾക്ക് നല്ല സന്തോഷമായിട്ടാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു തരാം, കുറച്ച് സമയം ഇവിടെ ഇരുന്നു. അതിനുശേഷം ക്ലാസ് ഡിവിഷൻ തിരിക്കുന്ന ടൈമിൽ പോവാമെന്ന് വെച്ചു. ഞാൻ എല്ലാ വർഷവും ഫസ്റ്റ് ഡേയിൽ സ്കൂൾക്ക് പോകട്ടെ അവരുടെ കൂടെ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കതൊരു സന്തോഷമല്ലേ. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ടല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കുട്ടികളിലൊക്കെ ആദ്യമായിട്ട് ചേർക്കുന്ന കുട്ടികളുണ്ടാവില്ലേ. അപ്പോൾ അവരുടെ കരയലും അതുപോലെ തന്നെ ഉമ്മാരെ പിരിഞ്ഞ് നിൽക്കാത്ത ആ സങ്കടവും ഒക്കെ ഉണ്ടാവില്ലേ. ഇവിടെ ഞാൻ അതൊന്നും കണ്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രവേശനോത്സവം ഈ ടൈമിൽ തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അതൊന്നും കണ്ടില്ല. അങ്ങനത്തെ കുറച്ച് സമയമൊക്കെ ഞാൻ പ്രവേശനോത്സവം കണ്ടുകൊണ്ട് ഞാൻ പോന്നു കേട്ടോ. അപ്പോഴേക്കത് നമ്മളെ ഫിനിമോളുടെ യാത്ര പറയാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴാണ് ഫിനിമോളത് പുതിയ ക്ലാസ്സിലോട്ട് പോകാൻ കേട്ടോ. അവളും അവളുടെ ഫ്രണ്ട്സുകളൊക്കെ കൂടി പോകാൻ കേട്ടോ. ഇപ്രാവശ്യം അവളുടെ ക്ലാസ് മുകളിലാണ് കേട്ടോ. ഇവർ പഠിക്കുന്നത് കരിപ്പോൾ GMH സ്കൂളിലാണ് കേട്ടോ. ഇന്ന് പിന്നെ ഒരുപാട് കുട്ടികൾ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ അവളുടെ ക്ലാസ്സിലെത്തി ഫ്രണ്ടിൽ തന്നെ എഴുതാ ഇരിക്കുന്ന കേട്ടോ മാഷുണ്ടേ. അങ്ങനത്തെ ഞാൻ വീട്ടിലെത്തി ഒന്ന് റെസ്റ്റ് എടുത്തപ്പോഴേക്കും അവർ തിരിച്ചെത്തിയിട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.